ക്യാമറ ഇടപാടിലെ വ്യക്തതയില്ലായ്മ കാരണം 2 പ്രാവശ്യം മന്ത്രിസഭാ യോഗം പദ്ധതിക്ക് അനുമതി നിഷേധിച്ചു. 3-ാം തവണയാണ് അനുമതി നൽകിയത്. കെൽട്രോണിന്റെ കരാറിലെ ചട്ടലംഘനമടക്കമുള്ള കാര്യങ്ങളിൽ സൂക്ഷ്മ പരിശോധന വേണമെന്നായിരുന്നു മന്ത്രിമാരുടെ നിലപാട്. കെൽട്രോൺ മുൻകൈയെടുത്ത് നടപ്പാക്കിയ ക്യാമറ പദ്ധതിയുടെ തുടക്കം മുതൽ പ്രശ്നങ്ങളായിരുന്നു. സർക്കാർ വകുപ്പിന് ആവശ്യമായ സാധനങ്ങൾ വാങ്ങുന്നതിനുള്ള ധനവകുപ്പിന്റെ മാനദണ്ഡം തുടക്കം മുതലേ ലംഘിച്ചു. സാധനങ്ങൾ വാങ്ങുമ്പോൾ 50% അംഗീകൃത ഏജൻസിയിൽ നിന്ന് വാങ്ങണം എന്നാണ് ധനവകുപ്പിന്റെ നിബന്ധന. അതിൽ കൂടുതൽ 3-ാം കക്ഷിയിൽ നിന്ന് വാങ്ങിയാൽ കരാർ റദ്ദാക്കണമെന്നാണ് നിയമം. നിലവിൽ 5% പോലും പങ്കില്ലാത്ത കെൽട്രോണാണ് പദ്ധതി നടപ്പാക്കിയത്. SRITക്ക് ഉപകരാർ നൽകിയത് ധനവകുപ്പ് പോലും അറിഞ്ഞില്ല. കരാറും ഉപകരാറുമായി കെൽട്രോൺ ക്യാമറകൾ സ്ഥാപിച്ചു. ക്യാമറകളുടെ പ്രവർത്തന അനുമതി തേടി ഗതാഗത വകുപ്പ് നൽകിയ ഫയൽ സുതാര്യതയില്ലായ്മ ചൂണ്ടിക്കാണിച്ച് 2 പ്രാവശ്യമാണ് മന്ത്രിസഭ മടക്കി അയച്ചത്. ഇടപാടിലെ അവ്യക്തത ചൂണ്ടിക്കാട്ടി CPI മന്ത്രിമാർ 2 തവണ എതിർത്തു. ധനവകുപ്പും വിയോജിപ്പ് രേഖപ്പെടുത്തി. പദ്ധതിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ കഴിയില്ലെന്ന് ഗതാഗത മന്ത്രിയും നിലപാടെടുത്തു എന്നാണ് വിവരം. ഏറ്റവും ഒടുവിൽ ഗതാഗത സെക്രട്ടറിയുടെ കത്ത് സർക്കാരിന് പിടിവള്ളിയായി. കോടികൾ മുടക്കി സംസ്ഥാനത്തുടനീളം ക്യാമറകൾ സ്ഥാപിച്ചു കഴിഞ്ഞു. പൊതുമേഖലാ സ്ഥാപനമാണ് പദ്ധതി പൂർത്തിയാക്കിയത്. ഇനിയും പിന്നോട്ടു പോകാനാകില്ല. വീഴ്ചകളും കുറവുകളും പരിഗണിച്ച് അനുമതി നൽകണമെന്നായിരുന്നു ഗതാഗത സെക്രട്ടറിയുടെ കത്ത്. ഈ കത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു മന്ത്രിസഭ അനുമതി നൽകിയത്. ക്യാമറ പദ്ധതി സംബന്ധിച്ച അന്വേഷണം വിജിലൻസും വ്യവസായ വകുപ്പും തുടരുകയാണ്. കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോയും വിവരങ്ങൾ ശേഖരിച്ചു തുടങ്ങി. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.